ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 26-ാം വാക്യം. യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. ജോൺ റോബ്ലിംഗ് അപൂർവ പ്രതിഭയുള്ള എഞ്ചിനീയറായിരുന്നു. ഏവരുടെയും ആദരവ് നേടിയ പ്രതിഭ. ന്യൂയോർക്കും ലോങ് ഐലൻഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം നിർമ്മിക്കുന്നതിനെപ്പറ്റി ജോൺ പറഞ്ഞപ്പോൾ ആർക്കും അത് നടക്കുന്ന കാര്യമായി തോന്നിയില്ല. കാലം 1883. പ്രശസ്തരായ പല എഞ്ചിനീയർമാരും ഈ പദ്ധതി അവലോകനം ചെയ്ത ശേഷം പ്രാവർത്തികമല്ല എന്ന് വിധിയെഴുതി. ജോണിന് തൻ്റെ സ്വപ്ന പദ്ധതി മറക്കാനാവുമായിരുന്നില്ല. ഏതു നേരവും അതേപ്പറ്റി മാത്രമായ ചിന്ത. ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഈ പാലം പണി സാധ്യമാണ് എന്ന്. ആരോടെങ്കിലും ഇക്കാര്യം പങ്കിടാൻ അദ്ദേഹം കാത്തിരുന്നു. ഒടുവിൽ മകനും എഞ്ചിനീയറുമായ വാഷിംഗ്ടണിനെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അവരിരുവരും കൂടെ ചർച്ച ചെയ്ത് വിശദമായ പ്ലാൻ തയ്യാറാക്കി ഓരോ തടസ്സങ്ങളും എങ്ങനെ മറികടക്കാമെന്ന് ആഴത്തിൽ ചിന്തിച്ചു. പ്രതിവിധികൾ കണ്ടെത്തി. അവസാനം സ്വന്തം നിലയ്ക്ക് കുറേ പണിക്കാരെ സംഘടിപ്പിച്ച് പാലം പണി തുടങ്ങി. തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പണി പുരോഗമിച്ചു. ഒരു ദിവസം പണിസ്ഥലത്തുണ്ടായ അപകടത്തിൽ ജോൺ റോബ്ലിങ്ങിന് ജീവൻ നഷ്ടമായി. മകൻ വാഷിംഗ്ടൺ തലയ്ക്ക് പരിക്കേറ്റ് ആശുപത്രിയിലുമായി. അയാൾക്ക് നടക്കുവാനോ സംസാരിക്കുവാനോ കഴിയാതെയായി. നാട്ടുകാരൊക്കെ അപ്പനെയും മകനെയും കുറ്റപ്പെടുത്തി. ഭ്രാന്താണ് അവർക്കെന്ന് പരിഹസിച്ചു. പാലം ഇനി പണിയേണ്ട എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പനും മകനും മാത്രമായിരുന്നല്ലോ എഞ്ചിനീയർമാരായി പ്രവർത്തിച്ചിരുന്നത്. ആശുപത്രിയിൽ കിടക്കുമ്പോഴും വാഷിംഗ്ടൺ പാലം പൂർത്തിയാക്കുന്നതിനെ പറ്റിയാണ് ആലോചിച്ചത്. സംസാര ചലനശേഷികൾ നഷ്ടപ്പെട്ടെങ്കിലും മനസ്സിൽ സകല കണക്കുകൂട്ടലുകളും നടന്നിരുന്നു. തന്നെ കാണാൻ വന്നവരോടൊക്കെ മനസ്സിലെ ചിന്തകൾ പങ്കിടാൻ അയാൾ കൊതിച്ചു. പാലം പണി തുടരാൻ ആഗ്രഹിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. ഒരു ദിവസം ജനലിലൂടെ സമൃദ്ധമായി ഒഴുകി വരുന്ന സൂര്യപ്രകാശത്തിലേക്ക് നോക്കിക്കിടക്കുകയായിരുന്നു അയാൾ. പെട്ടെന്ന് കാറ്റിൽ ജനൽ കർട്ടനുകൾ പറന്നു മാറി. പുറത്തെ മരത്തലപ്പുകളും ആകാശത്തിൻ്റെ ഒരു കീറും അയാൾ കണ്ടു. പ്രതീക്ഷ വെടിയരുത് എന്നൊരു സന്ദേശമാണ് ആ കാഴ്ച അയാൾക്ക് അനുഭവപ്പെട്ടത്. തനിക്ക് ആകെ ഒരു കൈവിരൽ മാത്രമാണ് ചലിപ്പിക്കാൻ കഴിയുന്നത്. അതുപയോഗിച്ച് ഒരു കോഡ് ഭാഷ ഉണ്ടാക്കിയാൽ ഭാര്യയുമായി ആശയവിനിമയം സാധ്യമാണ് എന്നയാൾ മനസ്സിലാക്കി. വൈകാതെ തൻ്റെ ഉള്ളിലെ ചിന്തകൾ ഭാര്യയോട് പറയാൻ വാഷിംഗ്ടണിന് കഴിഞ്ഞു. പാലം പണിയിൽ സഹായിക്കുന്നവരെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തി. ഈ പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറുള്ള എഞ്ചിനീയർമാരുമായും ഈ വിധത്തിൽ ആശയവിനിമയം നടത്തി. അങ്ങനെ പാലം പണി പുനരാരംഭിച്ചു. അതൊരു വിഡ്ഢിത്തമാണ് എന്ന് പലരും പിന്നെയും അഭിപ്രായപ്പെട്ടു. വാഷിംഗ്ടൺ അതിനൊന്നും ചെവി കൊടുത്തില്ല. പിന്നീടുള്ള 13 വർഷങ്ങൾ ഇതുപോലെ ഭാര്യയുടെ കൈത്തണ്ടയിൽ കൊട്ടി ആശയവിനിമയം നടത്തി പാലം പണിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ബ്രൂക്ലിൻ പാലം പണിത് കഴിഞ്ഞപ്പോൾ അതൊരു എഞ്ചിനീയറിംഗ് വിസ്മയമായി. ഒരു മനുഷ്യൻ്റെ തളരാത്ത ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായി ആ പാലം. ഭർത്താവിനെ മടുക്കാതെ പരിചരിച്ച ഭാര്യയുടെ അർപ്പണത്തിനുള്ള ആദരവായി. സാഹചര്യങ്ങളിൽ വാടി തളർന്നു പോകാത്ത ആത്മവിശ്വാസത്തിൻ്റെ നിത്യസ്മാരകമായി ബ്രൂക്ലിൻ പാലം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും ഇപ്രകാരമുള്ള അവസ്ഥ നമ്മുടെയും ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായ അവസ്ഥ, ധൈര്യം ചോർന്നു പോകുന്നതായ അവസ്ഥ, പ്രത്യാശ കൈവെടിയുന്നതായ അവസ്ഥ. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ പ്രത്യാശയുടെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അതെല്ലാം സാധ്യമാകും എന്ന് ഇന്നത്തെ പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതയാത്രകളിൽ കർത്താവെ പലപ്പോഴും ഞങ്ങൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അത് നിമിത്തം കർത്താവെ ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കുവാനോ പിന്നോട്ട് പോകുവാനോ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളുണ്ടായാലും പരീക്ഷകളുണ്ടായാലും പരീക്ഷയോടുകൂടെ നീക്കുപോക്കും ഞങ്ങളുടെ ദൈവം സാധ്യമാക്കി തരും. അതുകൊണ്ട് പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ കർത്താവെ ഞങ്ങൾ എല്ലായ്പ്പോഴും ആയിരിക്കാൻ, ഞങ്ങളുടെ ശുശ്രൂഷകളിലായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.